അല്ല മോളെ, അമ്പിളിയുടെ അച്ഛാ, ചേച്ചിക്ക് നല്ല സുഖമില്ലാണ്ട് കിടക്ക്. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. കുറച്ചെങ്കിലും തല പൊങ്ങുമെങ്കിൽ അവളിങ്ങനെ കിടക്കില്ലല്ലോ. ഇന്നലെ ഒന്ന് പനിച്ചായിരുന്നു അച്ഛാ. ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞാൻ ചേച്ചി വേണമെങ്കിൽ ഇങ്ങോട്ട് വിളിക്കാം അച്ഛാ. ഇപ്പൊ വിളിക്കണ്ട മോളെ, കിടന്നോട്ടെ. ഞാനൊന്ന് കുളിച്ചു വന്നിട്ട് അവളെ കണ്ടോളാം. ശരി അച്ഛാ. അച്ഛൻ വന്നെന്ന് തോന്നുന്നു. ഇനി കാത്തിരിക്കാൻ വയ്യ. എല്ലാം അച്ഛനോട് തുറന്നു പറയാം. രഘുവേട്ടൻ വരുന്നതിന് മുമ്പ് പറയുന്നതാ നല്ലത്. എന്താ ചേച്ചി? ചേച്ചി ഇതെങ്ങോട്ടേക്ക് പോകുന്നു? എനിക്കൊന്ന് അച്ഛനൊന്ന് കാണണം. അച്ഛനല്ലേ വന്നത്? അല്ല, എനിക്ക് വയ്യെന്ന് നീ അച്ഛനോട് പറഞ്ഞായിരുന്നോ? പറഞ്ഞു ചേച്ചി. അച്ഛനോട് യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ച് വന്നിട്ട് ചേച്ചിയെ കാണാന്ന് പറഞ്ഞു. ചിരു, രഘുവേട്ടൻ എപ്പോ വരും? ദയയും ശബരിയും ബസ് കയറ്റി വിട്ടിട്ട് വരുമായിരിക്കും. എന്താ ചേച്ചി? ഒന്നുമില്ല. നീ പൊയ്ക്കോ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അച്ഛനും ചേച്ചിയും വരുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി വെക്കാം. മോളെ, എന്താ മോളെ പെട്ടെന്നൊരു വയ്യായിക? പനി ഇപ്പോഴും ഉണ്ടോ? ഇല്ല സർ, എനിക്ക് കുറവുണ്ട്. മോളിരിക്കെ. ഒരു പനി വന്നപ്പോഴേക്കും നീ ആകപ്പാടെ തളർന്നു പോയല്ലോ അമ്പിളി. നീ വിഷമിക്കട്ട. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഡോക്ടറെ ഒന്ന് കാണാം. വേണ്ടച്ച, എനിക്ക് എന്റെ അച്ഛനെ കണ്ടാ മതി. അച്ഛൻ ഇന്ന് എന്റെ അടുത്തുണ്ടായാ മതി. എന്താ അമ്പിളി ഇത്? എന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നത്? ഒരു പനിയല്ലേ, അതങ്ങ് മാറില്ലേ മോളെ? പനി മാറിയാലും എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ മാറില്ല അച്ഛ. എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് അച്ഛ. അച്ഛൻ അത് ക്ഷമയോടെ കേൾക്കണം. അച്ഛനോട് സംസാരിക്കാൻ ഇങ്ങനൊരു മുഖവരേക്ക് വേണോ അമ്പിളി? നിനക്ക് എന്താ എന്നോട് പറയാനുള്ളതെന്ന് വെച്ചാ ധൈര്യമായിട്ട് പറയുമോളെ. നീ കരയാതെ കാര്യം പറ.
പറ. അച്ഛ, ഞാനൊരു തെറ്റ് ചെയ്തച്ച. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്റെ അവിവേകം കൊണ്ട് അതറിയാതെ സംഭവിച്ചു പോയതാ. അച്ഛൻ എന്നോട് പൊറുക്കണം. നീ കരയാതെ കാര്യം എന്നോട് പറയാൻ വിളി. എന്ത് തെറ്റാ നിനക്ക് സംഭവിച്ചത്? സ്വർണ്ണക്കടത്തുകാര് രഘുവേട്ടന്റെ വണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണം, അത് ഞാനാ അച്ഛൻ എടുത്തു വെച്ചത്. മോളെ, സ്വർണം നമ്മുടെ കയ്യിലുണ്ടെന്നറിഞ്ഞ പോലീസും സ്വർണ്ണക്കടത്തുകാരും ഒക്കെ രഘുവേട്ടനെ കള്ളനാക്കുമെന്നായിരുന്നു അച്ഛാ ആദ്യം എന്റെ പേടി. അതുകൊണ്ട് സ്വർണം കിട്ടിയ കാര്യം സ്വസ്ഥായിട്ട് അച്ഛനോടും രഘുവേട്ടനോടും പറയാന്ന് വെച്ചാ ഞാനത് അച്ഛന്റെ കട്ടിലിന്റെ അടിയിൽ സൂക്ഷിച്ചത്. പക്ഷെ അത് ചിരുമോളെ,